നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്ന വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുവരുന്നത്. 13 വയസ്സ് മുതൽ ദളിത് പെൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക സൂര്യനെല്ലി കേസിനേക്കാൾ ഉയരാനാണ് സാധ്യത. പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം 62 പേരും പ്രതികളാവാനുള്ള സാധ്യതയെന്നാണ് പോലീസ് നൽകുന്നത്. അച്ഛന്റെ ഫോണിലാണ് പെൺകുട്ടി നമ്പറുകൾ സേവ് ചെയ്തിരുന്നത്. 32 നമ്പറുകൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതിനാൽ ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയാകും. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. ഫോണിലെ വാട്സാപ്പിലേക്ക് ചില നമ്പറുകളിൽ നിന്ന് പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോകൾ അയച്ചിട്ടുണ്ട്. ഈ വീഡിയോകൾ ഉപയോഗിച്ച് പെൺകുട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി മറ്റു പലരിലേക്കും എത്തിച്ചതിന്റെ തെളിവായി ഇത് മാറുമെന്നാണ് സൂചന. സംഭവം സ്മാർട്ട് ഫോൺ ഉപയോഗം വശമില്ലാതിരുന്ന മാതാപിതാക്കളെ ശ്രദ്ധയിൽപ്പെടാതെ പോയതെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ 5 പോലീസ് സ്റ്റേഷൻ പരിധിയിലായാണ് പെൺകുട്ടിയുടെ മൊഴി പ്രകാരമുള്ളവർ താമസിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡ് പെൺകുട്ടികളുടെ കൈമാറ്റത്തിന് പ്രധാന കേന്ദ്രമാക്കിയതായി പോലീസിന് വിവരം കിട്ടി. ഇവിടുത്തെ ചില ഒഴിഞ്ഞ കോണും മുകൾ നിലയും കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധർ സംഭവത്തിന്റെ അണിയറയിൽ നിന്ന് പ്രവർത്തിച്ചതായാണ് വിവരം. മയക്കുമരുന്നിന്റെ വിപണന കേന്ദ്രം കൂടിയായി ഇവിടെ കാര്യമായ പോലീസ് നിരീക്ഷണമോ ക്യാമറകളോ ഇല്ല. പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. സ്റ്റാൻഡിൽ നിന്നും വാഹനങ്ങളിൽ പല സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ടുള്ളതായാണ് പോലീസിന് കിട്ടിയ വിവരം. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടി ആദ്യം പീഡിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സുബിനാണ് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയതും സുഹൃത്തുക്കൾക്ക് പെൺകുട്ടിയെ കാഴ്ചവെച്ചത്. സുബിന്റെ സുഹൃത്തുക്കളാണ് പത്തനംതിട്ടയിൽ അറസ്റ്റിലായത്. 13-ാം വയസ്സിൽ സുബിൻ പെൺകുട്ടിക്ക് അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചു. പിന്നീട് ബൈക്കിൽ കയറ്റി കുന്നിൻ മുകളിലെ റബ്ബർ തോട്ടത്തിലെത്തിച്ച് പീഡിപ്പിക്കുകയും നഗ്നചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. പല ദിവസങ്ങളിലും രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയും പീഡിപ്പിച്ചു. തോട്ടത്തിലെത്തിച്ച് സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ചു. ഇവർക്ക് നഗ്ന വീഡിയോകളും നൽകി. ഇതാണ് പ്രചരിച്ചതും കൂടുതൽ പീഡനങ്ങൾക്ക് വഴിവെച്ചതും. സുബിൻ അടക്കം 5 പേർ ഇലവുംതിട്ട പോലീസ് എടുത്ത കേസിലെ പ്രതികളാണ്. സുബിൻ ഉപയോഗിച്ച ബൈക്ക് കണ്ടെത്താനുണ്ട്. പത്തനംതിട്ടയിൽ പ്രതികളായവർ വധശ്രമ കേസിലും കവർച്ചാ കേസുകളും ഉൾപ്പെട്ടവരാണ്. അഫ്സൽ, സഹോദരൻ ആഷിഖ് എന്നിവരാണ് വധശ്രമ കേസ് പ്രതികൾ. അറസ്റ്റിലായ കണ്ണപ്പൻ, നിഷാദ് എന്നിവർ പല സ്റ്റേഷനുകളിലെയും കവർച്ചാ കേസ് പ്രതികളാണ്. കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്തവരടക്കം കൂടുതൽ കുട്ടിപ്രതികൾ പിടിയിലാകാനുണ്ട്. 1 മാസമായി പെൺകുട്ടി നിർഭയ ഹോമിലാണ്. കൃത്യമായി കൗൺസിലിംഗ് നൽകുന്നതായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. കേസിൽ റാന്നിയിൽ നിന്നുള്ള 6 പേരുടെ അറസ്റ്റ് കൂടി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. ഇതിൽ 3 പേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. 2 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. രാത്രി വൈകി പമ്പയിൽ നിന്ന് 3 പേരെ കൂടി പോലീസ് പിടികൂടി. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇതുവരെ 20 പേരാണ്. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്ന കായിക താരമായ പെൺകുട്ടിയുടെ മൊഴിയിൽ ഇന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം. അടുത്ത ദിവസം വിവാഹ നിശ്ചയം തീരുമാനിക്കപ്പെട്ട യുവാവ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. പിടിയിലായവർ 3 ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. മത്സ്യ കച്ചവടക്കാരായ സഹോദരങ്ങൾ, +2 വിദ്യാർത്ഥി എന്നിവരും അറസ്റ്റിലായവരിലുണ്ട്. 13 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നായിരുന്നു പെൺകുട്ടി CWCക്ക് നൽകിയ മൊഴി. കായിക താരമായ പെൺകുട്ടി പരിശീലന ക്യാമ്പിലും പീഡനത്തിന് ഇരയായിട്ടുണ്ട്. സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാത്ത പെൺകുട്ടി അച്ഛന്റെ മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഫോണിൽ നിന്നും ഡയറി കുറിപ്പുകളിൽ നിന്നുമാണ് പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. കേസിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. റിപ്പോർട്ട് സമർപ്പിക്കാൻ പത്തനംതിട്ട SP അധ്യക്ഷ P സതീദേവി ആവശ്യപ്പെട്ടു. പ്രതികളെയെല്ലാം പിടികൂടാനുള്ള ഇടപെടൽ നടത്തുമെന്ന് സതീദേവി പറഞ്ഞു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടു. സംസ്ഥാനത്തിന് കത്തയക്കുമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയാങ്ക് അനുഗോ അറിയിച്ചു. 5 വർഷം തുടർച്ചയായി പീഡനം നടന്നത് സംവിധാനങ്ങളുടെ പരാജയമെന്ന് കമ്മീഷൻ അംഗം പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.